ശരിയായ കൃഷ്ണഭക്തി ഉണ്ടാണെങ്കിൽ ഭഗവത് നാമം ജപിക്കണമെങ്കിലും അത് ജപിക്കാൻ തോന്നാനും ജന്മങ്ങളുടെ സുകൃതം തന്നെ വേണം. കൃഷ്ണനെക്കുറിച്ചുള്ളതെല്ലാം അത്ഭുതങ്ങളാണ്. ഭഗവാൻ ഓരോ ലീലകൾ നമ്മുടെ മുന്നിൽ ഇങ്ങനെ ആടിക്കൊണ്ടേയിരിക്കും. ലീലകളാടാൻ കണ്ണൻ പണ്ടേ വിരുദ്ധനല്ല. ചിലപ്പോൾ നമ്മൾ എത്ര സങ്കടം പറഞ്ഞാലും കേട്ടാലും കേൾക്കാത്ത ഭാവത്തിൽ ഊറിച്ചിരിക്കും. ചില നേരങ്ങളിലോ കണ്ണൻ കണ്ണുകൾ ഒരു സങ്കടപ്പുഴയായി ഒഴുകുന്ന സന്ദർഭങ്ങളിൽ ആ കുഞ്ഞു കൈകളാൽ തുടച്ചു മാറ്റും. സ്വർണം കുഴിച്ചെടുക്കുമ്പോൾ അത് പലവിധ മാലിന്യങ്ങൾ നിറഞ്ഞിരിക്കും. അത് അഗ്നിയിലിട്ട് സുടം ചെയ്താൽ ശുദ്ധമായ തങ്കമാകും. വിഷമങ്ങളും സങ്കടങ്ങളും തരുമ്പോൾ ഭഗവാനെ മുറുക്കെ പിടിക്കുക, പരീക്ഷിക്കും. എന്നാലും പാർത്ഥസാരഥി ഭഗവാൻ കൃഷ്ണൻ നമ്മളെ കൈവിടില്ല. പ്രാർത്ഥിക്കുമ്പോൾ സമർപ്പണ മനസ്സ് ഉണ്ടാവണമെന്ന് മാത്രം. പണ്ഡിതനിലും പാമരനിലും ഒരുപോലെ പ്രേമം വളർത്തുന്നതാണ് കൃഷ്ണരൂപം. രാമഭക്തൻ എല്ലാം നൽകുന്നവനാണെങ്കിൽ കൃഷ്ണഭക്തൻ എല്ലാം നേടിയെടുക്കുന്നവനാണ്. ധർമാർത്ഥ കാമമോക്ഷങ്ങളുടെ പ്രതീകമാണ് ഭഗവാന്റെ 4 തൃക്കൈകൾ. ലോകം കണ്ട ഏറ്റവും വലിയ പ്രകടനക്കാരനാണ് സാക്ഷാൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ. ഏറ്റവും വലിയ ഭക്തദാസനുമാണ് ഭഗവാൻ. ഭക്തനു വേണ്ടി തൻ്റെ പ്രതിജ്ഞ പോലും ലംഘിക്കാൻ തയ്യാറാണെന്ന് ഭഗവാൻ ഭീഷ്മാർജുന യുദ്ധം നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. വേണുഗാനം അനങ്ങുന്നതിനെ നിശ്ചലമാക്കും, അനങ്ങാത്തതിനെ ചലിപ്പിക്കും. കൃഷ്ണരൂപമാകട്ടെ ജന്മപുണ്യവും. ജപിക്കുക നിത്യവും കണ്ണൻ്റെ നാമം.